ഹലോ മക്കളെ, ഇറ്റ്സ് മീ അസീഖാസിസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ 10th ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തെ ടെക്സ്ച്വലായ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകരിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ എ: വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്തുകൊണ്ടാണ് ആ ഓൾഡ് മാൻ്റെ ആ ഒരു സൈറ്റ് പെലായോയെ പേടിപ്പിച്ചത്? ആൻസർ: ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് പെലായോ ബിക്കോസ് he sees a very old man with enormous wings lying face down in the mud, unable to get up. എഴുന്നേക്കാനാവാതെ മുഖം ചെളിയിലേക്ക് താഴ്ത്തിക്കിടക്കുന്ന വലിയ ചിറകുകളോട് കൂടെയുള്ള ഒരു ഓൾഡ് മാനെ കണ്ടതുകൊണ്ടാണ് പെലായോ അവിടെ പേടിച്ചതിൻ്റെ കാരണം. ഓക്കെ, സോ ഹിയർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ വാസ് ദ ഓൾഡ് മാൻ അൺആബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ് ആ ഓൾഡ് മാന് എഴുന്നേക്കാൻ പറ്റാഞ്ഞത്? ആൻസർ: ദ ഓൾഡ് മാൻ വാസ് അൺആബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഹി വാസ് ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ഇനോമസ് വിങ്സ്, ആ വലിയ ചിറകുകൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഇംപീഡ് ഈസ് തടസ്സപ്പെടുത്തുക. ആ വലിയ ചിറകുകൾ തടസ്സപ്പെടുത്തിയ കാരണം കൊണ്ടാണ് ആ ഓൾഡ് മാന് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്? എഴുന്നേക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി: ദ കപ്പിൾ കൺസിഡർ ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? എന്തുകൊണ്ടാണ് ആ കപ്പിള് ആ ഓൾഡ് മാനെ ഒരു ലോൺലി കാസ്റ്റവേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാരണം? ആൻസർ: ദ കപ്പിൾ കൺസിഡർ ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ ബിക്കോസ് ഹി ആൻസേർഡ് ദം ഇൻ എൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് with a strong sailor's voice. അതായത് ആ ഒരു കപ്പിളിൻ്റെ അടുത്ത് ഈ പെലായോയും എലിസൻ്റെയും സംസാരിക്കുന്ന സമയത്ത്, അതായത് ഈ കപ്പിള് ഈ ഓൾഡ് മാൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം റിപ്ലൈ ചെയ്തത്, ആൻസർ ചെയ്തത് ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റിലാണ്, ഒരു അൺനോൺ ലാംഗ്വേജിലാണ്. എന്തോടുകൂടെയുള്ള ഒരു സ്ട്രോങ് സെയിലേർഡ് വോയിസ് പോലെയുള്ള. അപ്പോൾ ഒരു സെയിലേർഡ് വോയിസ് ആണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ദാറ്റ് ലീഡിങ് ദം ടു കൺക്ലൂഡ് ഹി വാസ് ഫ്രം എ ഫോറിൻ ഷിപ്പ് ഡ്രാഗ്ഡ് ബൈ ദ സ്റ്റോം. കൊടുങ്കാറ്റ് മൂലം തകർന്ന ഒരു ഫോറിൻ ഷിപ്പിനകത്തിൽ നിന്നുള്ള ഒരു കാസ്റ്റവേ ആണ് എന്ന കൺക്ലൂഷനിലേക്ക് അവരെത്തിയതിൻ്റെ കാരണം അതാണ്. ഹി ടോക്ഡ് ഇൻ എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈ വാസ് ദ നെയ്ബർ വുമൻ ഷുവർ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് എൻ ഏഞ്ചൽ? എന്തുകൊണ്ടാണ് ആ നെയ്ബർ വുമണിന് ആ ഓൾഡ് മാൻ ഒരു ഏഞ്ചൽ ആയിരുന്നു എന്ന് ഉറപ്പായതിൻ്റെ കാരണം? ദ നെയ്ബർ വുമൺ വാസ് ഷുവർ ദ ഓൾഡ് മാൻ വാസ് എൻ ഏഞ്ചൽ ആഫ്റ്റർ ജസ്റ്റ് വൺ ലുക്ക് അറ്റ് ഹിം. ഷി ബിലീവ്ഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ സിക്ക് ചൈൽഡ് ബട്ട് വാസ് നോക്ക്ഡ് ഡൗൺ ബൈ ദ റെയിൻ ഡ്യൂ ടു ഹിസ് ഓൾഡ് ഏജ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഓൾഡ് മാൻ ഹാഡ് വിങ്സ്, ഇനോമസ് വിങ്സ്. ആ മനുഷ്യന് ചിറകുകൾ ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, ആ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് ആ നെയ്ബർ വുമൺ പറയുന്നുണ്ട്, തീർച്ചയായും അദ്ദേഹം ഒരു മാലാഖയാണ്. അവരുടെ രോഗിയായി കിടക്കുന്ന ചൈൽഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നതെന്നും മഴയാണ് അദ്ദേഹത്തെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്തത്? തള്ളിയിട്ടതെന്നും അവർ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഇ: വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? എന്തുകൊണ്ടാണ് പെലായോ ഒരു ക്ലബും പിടിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം? ആൻസർ: പെലായോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് വൈൽ വാച്ചിങ് ഓവർ ദ ഓൾഡ് മാൻ ഇൻ ദ കിച്ചൺ, ലൈക്ലി ആസ് എ പ്രിക്കോഷണറി മെഷർ അഗെയിൻസ്റ്റ് ഹിസ് സ്ട്രേഞ്ച് ക്രീച്ചർ. അതായത് ആദ്യം ആ ഒരു സ്ട്രേഞ്ച് ക്രീച്ചറിനെ പോലെയായിരുന്നു ഈ പെലായോയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു പ്രിക്കോഷന് എന്നുള്ള രൂപേണ, ഒരു മുൻകരുതൽ എന്നുള്ള രൂപേണയാണ് ആ ഏഞ്ചലിനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ബെയിലിഫും കയ്യിൽ വെച്ചിരുന്നേ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എഫ്: വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ് ടു ട്രീറ്റ് ദ മാൻ വിത്ത് സം കൈൻഡ്നസ്? എന്താണ് ആ കപ്പിളിനെ
പെട്ടെന്ന് ആ ഓൾഡ് മാനെ കൊണ്ട് ഒരു കൈൻഡ്നസ് കാണിക്കണമെന്ന് തോന്നിപ്പിച്ചത്? ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കാനുള്ള കാരണം എന്താണ്? ആൻസർ: ദ കപ്പിൾ ഡിസൈഡഡ് ടു ട്രീറ്റ് ദ മാൻ വിത്ത് കൈൻഡ്നസ് ആഫ്റ്റർ ദിയർ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് ഫീവർ ആൻഡ് ഡിസൈഡ് ടു ഈറ്റ്, മേക്കിംഗ് ദം ഫീൽ മാഗ്നാനിമസ്. അതായത് പനി പിടിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ മകൻ ഉറക്കത്തിൽ നിന്ന് പനിയൊക്കെ മാറി എഴുന്നേൽക്കുകയും മാത്രമല്ല കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ ബേസിലാണ് അവർക്ക് ഒരു മാഗ്നാനിമസ് ഫീല്, ഒരു ജനറസ് ഫീല് ഈ ഒരു ഓൾഡ് മാനെ കൊണ്ട് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡസ് പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തുകൊണ്ടാണ് ആ ഓൾഡ് മാനെ പെലായോ ചിക്കൻ കൂപ്പിനകത്ത് ലോക്ക് ചെയ്തത്? ആൻസർ: പെലായോ ലോക്സ് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ആഫ്റ്റർ ഡ്രാഗിങ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, ലൈക്ലി ആസ് എ വേ ടു കണ്ടെയ്ൻ ദിസ് സ്ട്രേഞ്ച് ക്രീച്ചർ. ഓക്കെ, ഈ ഒരു സ്ട്രേഞ്ച് ക്രീച്ചറിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മഡിൽ നിന്നും ഡ്രാഗ് ചെയ്തിട്ട് അവനെ ആ ഒരു ചിക്കൻ കൂപ്പിനകത്തേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എച്ച്: വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ? എന്തുകൊണ്ടാണ് ഒരു സർക്കസ് ആനിമലിനെ പോലെ ആ മനുഷ്യർ ആ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത്? ആൻസർ: ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ ബിക്കോസ് ദേ വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. അവിടെ കൂടിയതായിട്ടുണ്ടായിരുന്ന നെയ്ബേഴ്സ് ആ ചിക്കൻ കൂപ്പിൻ്റെ ഓപ്പണിങ്സിലൂടെ ആ ഓൾഡ് മാൻ എന്ത് കൊടുക്കുന്നുണ്ടായിരുന്നു? ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ടോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. as if he were not a supernatural creature but a spectacle for their amusement. ആക്ച്വലി അവർ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറായിട്ടല്ല ആ ഓൾഡ് മാനെ കൺസിഡർ ചെയ്തത്, മറിച്ച് എന്തായിട്ടാണ്? അവരെ അമ്യൂസ് ചെയ്യിക്കുന്ന ഒരു പ്രദർശന വസ്തു, ഒരു സ്പെക്ടക്കിൾ, ഒരു കാഴ്ച വസ്തുവിനെ പോലെയാണ് അവരതിനെ കണ്ടേ എന്ന കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് അവർ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡു യു തിങ്ക് എലസൻഡ ഇസ് shrewd ആൻഡ് ക്ലവർ? വൈ? എലസൻഡ ക്ലവർ ആയിരുന്നു, ബുദ്ധിശാലിയും സൂത്രശാലിയുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട്? ആൻസർ: എലസൻഡ അപ്പിയേഴ്സ് shrewd ആൻഡ് ക്ലവർ ബിക്കോസ് ഷീ ക്വിക്ലി ഡിവൈസ്ഡ് എ പ്ലാൻ ടു പ്രോഫിറ്റ് ഫ്രം ദിസ് സിറ്റുവേഷൻ ബൈ ഫെൻസിങ് ഇൻ ദ യാർഡ് ആൻഡ് ചാർജിങ് അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അതായത് ആ ഒരു മാലാഖയെ കാണാൻ വരുന്ന ആളുകളിൽ നിന്നും 5 സെൻറ്റ് വീതം ഈടാക്കാനും ആ ഒരു സിറ്റുവേഷനെ മുതലെടുക്കാനും തീരുമാനിച്ച ആ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? എലസൻഡയുടെ ആയിരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ഷി വാസ് shrewd ആൻഡ് ക്ലവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. വൈ ഡസ് ദ ഓതർ സേ സോ? അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷമയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓതർ അങ്ങനെ പറയുന്നത്? ആൻസർ: ദ ഓതർ സേസ് സോ. ഓതർ അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ദ ഓൾഡ് മാൻ റിമൈൻഡ് പേഷ്യൻറ്റ് ഡിസ്പൈറ്റ് ബീങ് പെക്ഡ് ബൈ ഹാൻഡ്സ്. അതായത് അദ്ദേഹത്തെ കോഴികൾ കൊത്തിയ സമയത്തും അദ്ദേഹം പേഷ്യൻ്റ് ആയിരുന്നു. ഹാവിങ് ഹിസ് ഫെത്തേഴ്സ് പുൾഡ് ഔട്ട് ബൈ ക്രിപ്പിൾസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫെത്തേഴ്സ് പുൾ ഔട്ട് ചെയ്ത സമയത്തും, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഫീച്ചേഴ്സ് എന്നല്ല, ഫെത്തേഴ്സ് എന്നാണ്, FEATHEERES. ഓക്കെ, ആൻഡ് ഹാവിങ് സ്റ്റോൺസ് ത്രോൺ അറ്റ് ഹിം ബൈ വിസിറ്റേഴ്സ്. മാത്രമല്ല വിസിറ്റേഴ്സ് അവരെ കല്ലെറിഞ്ഞ സമയത്തും പേഷ്യൻ്റ് ആയിരിക്കുന്നുണ്ട്. ഈ കാരണങ്ങളെ കൊണ്ടാണ് അവരുടെ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ K: വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ റാദർ ദാൻ ദ ഓൾഡ് മാൻ? ഓൾഡ് മാനേക്കാളും കൂടുതൽ ആളുകൾ ആ വുമണിനെ കാണാൻ പോയതിൻ്റെ കാരണം എന്താണ്? ആൻസർ: മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബിക്കോസ് ദ അഡ്മിഷൻ ഫീ വാസ് ലെസ് ദാൻ ദാറ്റ് ടു സീ ദ ഏഞ്ചൽ. അതായത് ആ ഒരു ആളുകൾ ഓൾഡ് മാനെ കാണുന്നതിനേക്കാളും സ്പൈഡർ വുമണിനെ കാണാൻ പോയതിൻ്റെ കാരണം, ഓൾഡ് വുമണിനെ കാണാനുള്ള അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ഓൾഡ് മാൻ്റെ ചാർജിനേക്കാളും കുറവായിരുന്നു. ആൻഡ് ദേ വർ പെർമിറ്റഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ സ്റ്റേറ്റ്. മാത്രമല്ല അവരുടെ ആ ഒരു ബാഡ് സ്റ്റേറ്റിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാൻ അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നു.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ L. വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് ദ വിങ്സ്? ആ ഒരു വിങ്സിൻ്റെ ലോജിക്കിൽ ഡോക്ടർ സർപ്രൈസ്ഡ് ആയതിൻ്റെ കാരണം എന്താണ്? ദ ഡോക്ടർ ലിസൺസ് ടു ദ ഏഞ്ചൽസ് ഹാർട്ട് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് മെഡിക്കൽ ഇൻട്രസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഇൻട്രസ്റ്റ് മൂലം, ക്യൂരിയോസിറ്റി മൂലം ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഏഞ്ചലിൻ്റെ ഹാർട്ടിനെ ലിസൺ ചെയ്യുന്നു. ആൻഡ് ഫൈൻഡിങ് മെനി അൺയൂഷ്വൽ സൗണ്ട്സ് ഇൻ ഹിസ് ഹാർട്ട് ആൻഡ് കിഡ്നീസ്. ആ ഓൾഡ് മാൻ്റെ ഹൃദയത്തിൽ നിന്നും കിഡ്നിയിൽ നിന്നൊക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ട്സ് കേട്ടതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ ഒരു വിങ്സിൻ്റെ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ M. വൈ ഡസ് എലസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് എലസെൻഡ ഒരു സൈ ഓഫ് റിലീഫ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ആൻസർ: എലസെൻഡ ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് വെൻ ഷീ വാച്ചസ് ദ ഓൾഡ് മാൻ ഫ്ലൈ എവേ. അതായത് ആ ഒരു ഓൾഡ് മാൻ പറക്കുന്നത് കാണുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ എലസെൻഡ് എന്ത് ചെയ്യുന്നത്? ഒരു ദീർഘശ്വാസം ഇടുന്നത്. മാത്രമല്ല അവിടെ എന്തും കൂടെ പറയുന്നുണ്ട്, ലൈക്ലി ഫീലിംഗ് എ മിക്സ്ചർ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം ആസ് ഹി ഫൈനലി ഡിപ്പാർട്സ്. അതായത് അവസാനം വിട്ടുപോകുന്ന ആ ഒരു മാലാഖയെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലാക്സേഷൻ എന്നുള്ള രൂപത്തിലും അതുപോലെ അത് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രൂപേണയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈ ഓഫ് റിലീഫ് അവരിടുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. സോ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഓക്കെ ആണ് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ദെൻ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, so see you in another video. It's me signing off, Asik Causes. Thank you.